മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 60+ ഇയേഴ്സായി എന്ന് പറയാം. 62 വർഷത്തിൽ കൂടുതലായി. UTI ആണ് ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അതിനുശേഷം 92 ശേഷം സെബി എല്ലാം വന്നതിന് ശേഷം ഒത്തിരി ചേഞ്ചസ് ഈ 2025 വരെ വന്നിട്ടുണ്ട്. അതായത് ഏതാണ്ടൊരു 68-70 ലക്ഷം കോടി, അതായത് $800 ബില്യൺ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് പലപ്പോഴും ആൾക്കാർ സംശയത്തോടെ ആണ് നോക്കുന്നത്. കാര്യം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരാ നടത്തുന്നത്. അപ്പോൾ എന്നാൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരു സംശയത്തോടെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന കാണാറുണ്ട്. അപ്രോച്ച് ചെയ്യാറില്ല, നമ്മളങ്ങോട്ട് ചോദിക്കുമ്പം അവരുടെ സംശയങ്ങൾ ഇതൊക്കെയാണ്. ഇതാര് നടത്തുന്നു, എന്തെങ്കിലും നിർത്തിപ്പോകുമോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സൊക്കെ ചോദിക്കും. അപ്പോൾ എന്നാൽ ഒരു ഒത്തൻറ്റിസിറ്റി ഇല്ലാത്ത സംഭവങ്ങളിൽ പോയി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതും കാണാറുണ്ട്, കാശ് പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു അതിനെ മോണിറ്റർ ചെയ്യാനായിട്ടും അതിനെ റിവ്യൂ ചെയ്യാനുമായിട്ടൊക്കെ 1-2 ഏജൻസീസ് ഗവൺമെൻറ് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെബി ടൈം ടു ടൈം അതിന് വേണ്ടി വരുന്ന ചേഞ്ചസും ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് വേണ്ട സേഫ്റ്റി അവിടെ ഉണ്ടെന്ന് ഒരു പരിധിവരെ പറയാൻ പറ്റും നമുക്ക്. പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് റിലേറ്റഡ് അല്ലാത്ത സാധനങ്ങളും എന്നാൽ മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റി ബാധകമല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസും മ്യൂച്വൽ ഫണ്ട് ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. അതിനകത്ത് പല പല ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. കടപ്പത്രങ്ങളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ബോണ്ടുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന, മണി മാർക്കറ്റ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇക്വിറ്റി സ്റ്റോക്സിൽ മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ടിലുള്ള കളക്ട് ചെയ്യുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് റിട്ടേൺസ് കൂടുതൽ കിട്ടാനായിട്ട്, ബാങ്ക് റിട്ടേൺസിനേക്കാൾ കൂടുതൽ കിട്ടാനായിട്ടൊക്കെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുമാത്രമല്ല ലോക്കിൻ പീരീഡുള്ള പല ഇൻസ്ട്രുമെൻസും ഉണ്ട്, NCDs. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്ത് അടുത്ത ഒരു വീഡിയോ നമുക്ക് പറയാം. എന്താണെങ്കിലും കൂടുതൽ അഗ്രസീവ് റിട്ടേൺസ് കിട്ടാൻ നമ്മുടെ ഗോൾസൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് മ്യൂച്വൽ ഫണ്ട് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.